നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ഇടവക യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷന്റെ 7ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാലം ക്രിസ്ത്യ വിശ്വാസ ജീവിതത്തിലെ അത്യന്തം പരിശുദ്ധമായ ഒരു സമയമാണ്. ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ക്രിസ്തുവുമായുള്ള ബന്ധം ശക്തമാക്കുന്നു. ഇതിലൂടെ നാം മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കുന്നു. ത്യാഗമില്ലാതെ ഉയർപ്പില്ല എന്ന സത്യമാണ് നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി നാം ബൈബിളിൽ കാണുന്നു. അവൻ ശാരീരികമായി ക്ഷീണിച്ചുവെങ്കിലും ആത്മീയമായി ശക്തനായി. ഇതിലൂടെ നമുക്കൊരു വലിയ പാഠം തന്നെ ലഭിക്കുന്നു. ശരീരത്തെ നിയന്ത്രിക്കുമ്പോൾ ആത്മാവ് ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് നമ്മുടെ ആത്മാക്കളെ നാം ശക്തമാക്കണം. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യമാണ്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയും. അതായത് നോമ്പ് പുറമെയുള്ള ഭക്തിയിൽ മാത്രം ഒതുങ്ങിപ്പോകാനുള്ളതല്ല, അത് ഓരോരുത്തരുടെയും ഉള്ളിൽ മാറ്റമുണ്ടാക്കേണ്ടതാണ്. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള നോമ്പും ഉപവാസവും. ഈ വിശുദ്ധ കാലത്ത് നമ്മൾ 3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ബന്ധമാണ്. പ്രാർത്ഥന വെറും വാക്കു പറയുകൾ മാത്രമല്ല, അത് ദൈവത്തോടുള്ള ഹൃദയ സംഭാഷണമാണ്. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം നൽകുന്നത് നമ്മുടെ ആത്മാവിനെ പുതുക്കുന്നു. ദിവസവും നിശ്ചിത സമയം മാറ്റിവെക്കുക, ബൈബിൾ വചനങ്ങൾ ധ്യാനിക്കുക, കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് അവന് നന്ദി കരയിക്കുക തുടങ്ങിയവ പ്രാർത്ഥനയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നു. ഹൃദയശാന്തി, ആത്മീയ ശക്തി, ദൈവസാന്നിധ്യബോധം എന്നിവ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഫലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പുകാലം ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ കൂടുതൽ അടുക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ഉപവാസം സ്വയം നിയന്ത്രണത്തിന്റെ പരിശീലനമാണ്. ഉപവാസം വെറും ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, നമ്മെ ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ആത്മീയ പരിശീലനമാണ്. ഇത് ശരീര ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിനെ ശക്തമാക്കുന്നു. ഇത് ശരീരത്തെ പീഡിപ്പിക്കുന്നതിനല്ല, ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതിനാണ്. ശരീര ആഗ്രഹങ്ങളെ കുറച്ചാൽ ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. വിട്ടുകൊടുക്കൽ, മറ്റുള്ളവരെ സഹായിക്കുക, കോപം നിയന്ത്രിക്കൽ, ദോഷവാക്കുകൾ ഒഴിവാക്കൽ ഇവയെല്ലാം ഉപവാസത്തിൻ്റെ ഭാഗമാണ്. ഹൃദയം മാറുമ്പോഴാണ് ഉപവാസം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോമ്പുകാലം ഉപവാസത്തിലൂടെ നാം ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കണം. മൂന്നാമതായിട്ട് ദാനം. നാം നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുള്ളവരാകണം. അർഹതപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നാം ചെയ്യുന്ന ഒരു ചെറിയ സഹായം പോലും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. ഇതിലൂടെ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന ജീവിതശൈലിയാണ്. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്ന് നാം പങ്കിടുമ്പോൾ നാം ദൈവത്തിൻ്റെ കരുണയുടെ ഉപകരണങ്ങളാകുന്നു. ദൈവസ്നേഹം പ്രകടിക്കുമ്പോൾ എനിക്ക് മാത്രം എന്ന മനോഭാവം കുറയുന്നു. മറ്റുള്ളവരുടെ വേദന കാണാൻ കഴിയുമ്പോൾ ദൈവാനുഗ്രഹം നമുക്കുണ്ടാകുന്നു. നാം ദാനം നൽകുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല, നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ പങ്കിടുന്ന അനുഭവമാണ്. അത് വലിയതല്ലെങ്കിലും ഹൃദയപൂർവ്വം നൽകുക, രഹസ്യമായി ചെയ്യുക. ദാനത്തിൻ്റെ മൂല്യം തുകയിലല്ല, ഹൃദയത്തിലാണ്. ഈ നോമ്പുകാലം നമ്മെ ഒരു ആത്മീയ യാത്രയിലേക്ക് വിളിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവത്തോടടുക്കാൻ, ഉപവാസത്തിലൂടെ സ്വയം നിയന്ത്രിക്കാൻ, ദാനത്തിലൂടെ സ്നേഹം പങ്കിടുവാൻ. ഈ വിശുദ്ധ ദിവസങ്ങൾ വെറും ആചാരങ്ങളായി കഴിഞ്ഞു പോകാതെ നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ മാറ്റമുണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച വിനയവും ത്യാഗവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കട്ടെ. ക്രൂശിൻ്റെ വഴിയിൽ വിശ്വസ്തരായി നടന്നാൽ ഉയർപ്പിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനാകും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.